ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിഗ്നാസ്റ്റിക്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാണ്? പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അതിൽ ഓരോ വേർഡ്സും അതിൻ്റെ യൂസിങ്സും എക്സാമ്പിൾസും ആണ് നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്സോട് കൂടിയിട്ട് പ്രിപ്പോസിഷൻ എന്ന ടോപ്പിക്ക് നമുക്ക് അവസാനിപ്പിക്കാമെന്ന്. പക്ഷേ ഫ്രം എന്നൊരു ടോപ്പിക്കോട് കൂടി അവസാനിപ്പിക്കാമെന്നാണ് കരുതിയിരുന്നത്. ഒരു 2-3 ഫെമിലിയർ ആയിട്ടുള്ള പ്രിപ്പോസിഷൻസും കൂടി ഉണ്ട്. അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ എന്ത് ചെയ്യാം, പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രം എന്നതിൻ്റെ യൂസിങ്സും എക്സാമ്പിൾസും ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മൾ ഫ്രം എന്ന വേർഡിന് നമ്മൾ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള അർത്ഥങ്ങൾ എന്തൊക്കെയാണ്? നിന്ന്, മുതൽ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് നമ്മൾ കോമൺ ആയിട്ട് ഫ്രം എന്നതിന് ഉപയോഗിക്കാറുള്ളത്. ഫ്രം യു, ഫ്രം ഹർ, ഫ്രം ഹി, നിങ്ങളിൽ നിന്ന്, അവളിൽ നിന്ന്, അവനിൽ നിന്ന്, അല്ലെങ്കിൽ രാവിലെ മുതൽ, ഉച്ചയ്ക്ക് മുതൽ, 9 മണി മുതൽ, കോളേജ് മുതൽ, അങ്ങനെയുള്ള ഒരു നിന്ന്, മുതൽ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യണത്, കോമൺ ആയിട്ട് ഫ്രം എന്ന പ്രിപ്പോസിഷന് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഓരോ യൂസിങ്സും എക്സാമ്പിൾസും ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ദെൻ ഫസ്റ്റ് ഏതാണ്? ടു ഇൻഡിക്കേറ്റ് ഒറിജിൻ. ടു ഇൻഡിക്കേറ്റ് ഒറിജിൻ, ആരെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയാണ് ഒറിജിൻ ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സെൻറ്റൻസിൽ ഫ്രം എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാറുണ്ട്. ക്ലിയർ ആയോ? ടു ഇൻഡിക്കേറ്റ് ഒറിജിൻ, ആരെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഒറിജിൻ ചെയ്തത് എവിടെയാണെന്ന്, ഉത്ഭവിച്ചത് എവിടെയാണെന്ന് നമ്മൾ പറയുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ഫ്രം എന്ന പ്രിപ്പോസിഷനെ ഉപയോഗിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ നോക്കിയേ. ഐ ആം ഫ്രം ഇറ്റലി, ഞാൻ ഇറ്റലിയിൽ നിന്നാണ്. ഐ ആം ഫ്രം ഇറ്റലി. അപ്പോൾ ഞാൻ എന്നത് എവിടെ നിന്നാണ്? ഇറ്റലിയിൽ നിന്നാണ് എന്ന് പറഞ്ഞു. ആ ഒരു ഇറ്റലിയിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത് എന്നതുകൊണ്ടാണ് അവിടെ നമ്മൾ എന്തുപയോഗിച്ചത്, ഫ്രം എന്ന വേർഡിനെ ഉപയോഗിച്ചത്. ഐ ആം ഫ്രം ഇറ്റലി. ഹീറ്റ് ഫ്രം ദി സൺ. ഹീറ്റ് ഫ്രം ദി സൺ, സൂര്യനിൽ നിന്നുള്ള ചൂട്. അപ്പോൾ ചൂട് എവിടെ നിന്നാണ്? സൂര്യനിൽ നിന്നാണ് ഒറിജിൻ ചെയ്യുന്നത് അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു സെൻറ്റൻസിൽ ഫ്രം എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചു. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനമോ അല്ലെങ്കിൽ ആരെങ്കിലോ നമ്മൾ ഉത്ഭവത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ, ഒരു വസ്തു ഉത്ഭവിച്ചതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു പേഴ്സൺ ഉത്ഭവിച്ചതിനെ പറ്റിയിട്ടോ ഒറിജിൻ ചെയ്തതിനെ പറ്റിയിട്ടൊക്കെ പറയുകയാണെങ്കിൽ ആ ഒരു ടേമിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രം എന്ന പ്രിപ്പോസിഷനാണ് എന്നാണ് പറഞ്ഞു വന്നത്. ദെൻ നെക്സ്റ്റ്, സ്റ്റാർട്ടിംഗ് പോയിന്റ്. എന്താണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്? ഷോ സംതിങ് ബിഗിൻസ്. എന്തെങ്കിലും ആരംഭിക്കുമ്പോൾ ഷോ സംതിങ് ബിഗിൻസ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ്സ്. എന്തെങ്കിലും ആരംഭിക്കുമ്പോൾ നമ്മൾ സെൻറ്റൻസിൽ പറയുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? ഫ്രം എന്ന പ്രിപ്പോസിഷനാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ആരംഭിക്കുന്നതിന്, സ്റ്റാർട്ട് ചെയ്യുന്നതിന് പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആ സെൻറ്റൻസിൽ ഫ്രം എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കാറുള്ളത്. എക്സാമ്പിൾ നോക്കിയേ. വി ആർ ഓപ്പൺ ഫ്രം 8 AM to 7 PM എവറി ഡേ. വി ആർ ഓപ്പൺ ഫ്രം 8 AM to 7 PM എവറി ഡേ. എല്ലാ ദിവസവും 8 മണിക്കാണ് ഓപ്പൺ ചെയ്യാറ് എന്നാണ് അല്ലേ പറയുന്നത്. 8 മണിക്കാണ് ആരംഭിക്കാറുള്ളത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ സെൻറ്റൻസിൽ നമ്മൾ എന്തുപയോഗിച്ചു? ഫ്രം എന്ന ടേമിനെ ഉപയോഗിച്ചു. ക്ലിയർ ആയോ? അപ്പോൾ എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ അവിടെയും ഫ്രം എന്ന ടേമാണ് ഉപയോഗിക്കാറുള്ളത് എന്നാണ് പറഞ്ഞത്. സെക്കൻഡ് യൂസിങ് മനസ്സിലായില്ലേ? ദെൻ നെക്സ്റ്റ് നോക്കിയേ. ഡിസ്റ്റിങ്വിഷിംഗ് ബിറ്റ്വീൻ 2 people or things. 2 വ്യക്തികളെയോ അല്ലെങ്കിൽ വസ്തുക്കളെയോ നമ്മൾ പറയാണ് എന്നുണ്ടെങ്കിൽ ആ രണ്ടെണ്ണത്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാനോ അല്ലെങ്കിൽ വേർതിരിച്ച് പറയുന്നതിനോ വേണ്ടിയിട്ട് നമ്മൾ സെൻറ്റൻസിൽ എന്തുപയോഗിക്കും? ഫ്രം എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 2 വ്യക്തികളെ പറ്റിയിട്ട് നമ്മൾ ഒരു കാര്യം പറയുകയാണ്. ആ 2 വ്യക്തികളെയും വേർതിരിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രം എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാറുള്ളത് എന്ന് പറഞ്ഞത്. എക്സാമ്പിൾ നോക്കിയാൽ നമുക്ക് ക്ലിയർ ആവും. ഈസ് കാലിക്കറ്റ് വെരി ഡിഫറെൻറ്റ് ഫ്രം എറണാകുളം. കാലിക്കറ്റ് എറണാകുളത്തിൽ നിന്നും വ്യത്യസ്തമാണ്. അപ്പോൾ അവിടെ കാലിക്കറ്റിനെയും എറണാകുളത്തെയും വേർതിരിച്ച് പറയുന്നതിന് വേണ്ടി നമ്മൾ ആ സെൻറ്റൻസിൽ എന്തുപയോഗിച്ചു? ഫ്രം എന്ന പ്രിപ്പോസിഷനെ ഉപയോഗിച്ചു. ഈസ് കാലിക്കറ്റ് വെരി ഡിഫറെൻറ്റ് ഫ്രം എറണാകുളം. കാലിക്കറ്റ്
എറണാകുളത്തിൽ നിന്നും എന്താണ് വ്യത്യസ്തമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഫ്രം എന്ന പ്രിപ്പോസിഷനാണ് വേർതിരിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. ആ യൂസിങ്സ് മനസ്സിലായില്ലേ? ദെൻ നെക്സ്റ്റ് നോക്കിയേ, ടു ഷോ ദ മെറ്റീരിയൽ സംതിങ് ഈസ് മെയ്ഡ് ഓഫ്. ടു ഷോ ദ മെറ്റീരിയൽ സംതിങ് ഈസ് മെയ്ഡ് ഓഫ്. ഒരു വസ്തു നിർമ്മിച്ചു എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഫ്രം എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കാറുള്ളത്. എക്സാമ്പിൾ നോക്കിയേ, സ്റ്റീൽ ഈസ് മെയ്ഡ് ഫ്രം അയൺ. സ്റ്റീൽ ഈസ് മെയ്ഡ് ഫ്രം അയൺ. അപ്പം മെയ്ഡ് നിർമ്മിച്ചു. മെയ്ഡ് എന്താണ്? നിർമ്മിച്ചു. ആ മെയ്ഡിൻ്റെ കൂടെ എന്ത് വന്നു? ഫ്രം എന്ന ടേം വന്നു. അപ്പം നമ്മൾ മെയ്ഡ് എന്ന വേർഡിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ ഫ്രം എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കാറുള്ളത്. ഒരു വസ്തു നിർമ്മിച്ചു എന്ന് പറയുന്ന ടൈമിൽ അതിൻ്റെ കൂടെ നമ്മൾ ഫ്രം എന്ന പ്രിപ്പോസിഷനെയാണ് ഉപയോഗിക്കുക. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? എപ്പോഴും മെയ്ഡ് ഫ്രം എന്ന് വന്നോണം എന്നില്ല. മനസ്സിലായോ? എപ്പോഴും നിർമ്മിച്ചു എന്നതിൻ്റെ കൂടെ ഫ്രം എന്ന പ്രിപ്പോസിഷൻ തന്നെ വരണമെന്നില്ല. ഫ്രം എന്ന പ്രിപ്പോസിഷൻ എപ്പോഴാണ് വരിക? മെയ്ഡ് ഫ്രം എപ്പോഴാണ് വരിക? ഇൻറ്റേർണൽ ചേഞ്ച്, അതായത് അടിസ്ഥാന സ്വഭാവ മാറ്റം വന്നാൽ അതിൻ്റെ കൂടെ നമ്മൾ മെയ്ഡ് ഫ്രം ആണ് ഉപയോഗിക്കുക. ഇൻറ്റേർണൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ, അടിസ്ഥാനപരമായിട്ട് സ്വഭാവത്തിന് മാറ്റം വന്നു കഴിഞ്ഞാൽ എന്താണ്? അവിടെ നമ്മൾ എന്തുപയോഗിക്കും? മെയ്ഡ് ഫ്രം ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, സ്റ്റീൽ ഈസ് മെയ്ഡ് ഫ്രം അയൺ. സ്റ്റീലിൻ്റെ സ്വഭാവം എന്താണ്? പൂർണ്ണമായിട്ട് മാറുകയാണെങ്കിൽ. ഇപ്പം അതുപോലെ എന്താണ്? ഇപ്പോൾ ഒരു ഗോൾഡിന് നമ്മൾ സിൽവർ ആക്കുകയാണെങ്കിൽ ആ ഗോൾഡ് എന്ന സ്വഭാവത്തെ ഫുള്ളായിട്ട് മാറി അല്ലേ? അതിൻ്റെ ക്യാരക്ടർ തന്നെ മാറി, അതിൻ്റെ ബേസിക് തന്നെ മാറി. ഗോൾഡ് തന്നെ, ആ ഒരു ഗോൾഡ് എന്ന കണ്ടൻറ്റ് പോലും അതിലില്ലാതായി. പകരം എന്തായിട്ട് മാറുകയാണത്? സിൽവർ ആയിട്ട് മാറുകയാണ്. അങ്ങനെ വരുന്ന ആ ഒരു ടൈമിൽ, അങ്ങനെ വരുന്നൊരു നിർമ്മാണത്തിൽ നമ്മൾ എന്താണ് പറയുക? അവിടെയാണ് നമ്മൾ മെയ്ഡ് ഫ്രം യൂസ് ചെയ്യുക. മനസ്സിലായോ? അടിസ്ഥാനമായിട്ട് സ്വഭാവത്തിൽ പോലും മാറ്റം വരുന്നതിൻ്റെ നിർമ്മാണത്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നുണ്ടെങ്കിലാണ് നമ്മൾ മെയ്ഡ് ഫ്രം എന്നത് യൂസ് ചെയ്യാറുള്ളത്. മെയ്ഡ് ഓഫ് അല്ലെങ്കിൽ എന്താണ്? മെയ്ഡ് ബൈ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. മെയ്ഡ് ഇൻ ഒക്കെ ഇല്ലേ? നമ്മളതൊക്കെ കേട്ടിട്ടില്ലേ? മെയ്ഡ് ഓഫ്, മെയ്ഡ് ഇൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. മെയ്ഡ് ഇൻ ചൈന അല്ലേ? അതൊക്കെ നമ്മൾ ഫെമിലിയർ ആയിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മെയ്ഡ് ഫ്രം മാത്രം ഉപയോഗിക്കാമെന്ന് പറഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇപ്പോഴും പറയുന്നൊരു കാര്യം, അടിസ്ഥാനപരമായിട്ട് ബേസിക്കായിട്ട് ക്യാരക്ടർ ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമാണ് മെയ്ഡ് ഫ്രം ഉപയോഗിക്കാറുള്ളത്. നേരെ മറിച്ച് ഒരു ഫിസിക്കൽ ചേഞ്ച് വരുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മളൊരു മരം കൊണ്ട് പല കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? ഷെൽഫ് ഉണ്ടാക്കുന്നുണ്ട്, കോട്ട് ഉണ്ടാക്കുന്നുണ്ട്, ചെയേഴ്സ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? അതൊക്കെ എന്തുകൊണ്ടാണ്? വുഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ എന്താ നമ്മൾ പറയുന്നത്? ആ ഒരു ചെയർ ആണെങ്കിലും അതല്ലെങ്കിൽ കോട്ടാണെങ്കിലും ടേബിൾ ആണെങ്കിലും നമ്മൾ എന്താ പറയുന്നത്? ഒരു വുഡിൻ്റെ ടേബിളാണ്, ഒരു വുഡിൻ്റെ കോട്ടാണ്. കാരണം എന്താ? ആ മരത്തിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിന് മാറ്റം വന്നിട്ടില്ല. ആ മരം ഉപയോഗിച്ച് ഫിസിക്കലി ചേഞ്ചസ് മാത്രമേ വരുത്തിയിട്ടുള്ളൂ. മനസ്സിലായോ? അങ്ങനെ വരുന്ന ഫിസിക്കൽ ചേഞ്ചസ് മാത്രം വരുന്നൊരു നിർമ്മാണത്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ മെയ്ഡ് ഓഫ് ആണ് ഉപയോഗിക്കുക. അതിപ്പോൾ ഈ മെയ്ഡ് ഫ്രമിൽ പറയണ്ട, പക്ഷെ എന്നാലും മെയ്ഡ് ഫ്രം എന്ന ഒരു ടോപ്പിക്ക് പറയുമ്പോൾ അതിൽ കൺഫ്യൂഷൻ വേണ്ട എന്ന് വെച്ചിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. മനസ്സിലായോ? ഫിസിക്കൽ ചേഞ്ചസ് മാത്രമാണ്, അടിസ്ഥാനപരമായിട്ട് ചേഞ്ച് ഒന്നുമില്ല. മരം എന്ന സ്വഭാവത്തിന് മാറ്റങ്ങളൊന്നുമില്ല. പകരം എന്താണ്? മരം എന്ന സ്വഭാവം വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഫിസിക്കലി ചേഞ്ചസ് വരുത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മെയ്ഡ് ഓഫ് എന്ന ടേം ഉപയോഗിക്കുന്നത്. നേരെ മറിച്ച് നമ്മളൊരു സ്ഥലത്തെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്? മെയ്ഡ് ഫ്രം ഉപയോഗിക്കാറില്ല. അതുപോലെ എന്താണ്? മെയ്ഡ് ഓഫും ഉപയോഗിക്കാറില്ല. മനസ്സിലായോ? നമ്മൾ ഒരു സ്ഥലത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ മെയ്ഡ് ഫ്രമോ മെയ്ഡ് ഓഫോ ഉപയോഗിക്കാറില്ല. പകരം എന്താണ്? മെയ്ഡ് ഇൻ ആണ് ഉപയോഗിക്കാറുള്ളത്. മെയ്ഡ് ഇൻ എപ്പോഴാണ് ഉപയോഗിക്കുക? ഒരു സ്ഥലത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മെയ്ഡ് ഇൻ ഉപയോഗിക്കും. മെയ്ഡ് ഇൻ ചൈന, മെയ്ഡ് ഇൻ ജപ്പാൻ, മെയ്ഡ് ഇൻ ഇന്ത്യ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടേമാണ് അല്ലേ? മനസ്സിലായില്ലേ?
പിന്നെ അതുപോലെ ഫുഡ് ഐറ്റംസ്, അതേപോലെ മെഡിസിൻസ് ഒക്കെ പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കും? മെയ്ഡ് ഫ്രം തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ മെയ്ഡ് ഫ്രം എന്നതിൻ്റെ യൂസിങ്സ് മനസ്സിലായില്ലേ? ദെൻ നെക്സ്റ്റ് നോക്കിയേ, റീസൺ ഫോർ ഡെത്ത്. എന്താണ് റീസൺ ഫോർ ഡെത്ത്? ഒരു ഡെത്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ ആ സെൻറ്റൻസിൽ നമ്മൾ ഫ്രം ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അസുഖം വന്നിട്ടുള്ള മരണമാണെങ്കിൽ, ഒരു ക്യാൻസർ വന്നിട്ടോ അല്ലെങ്കിൽ കോവിഡ് വന്നിട്ടൊക്കെയുള്ള, അതുപോലെ മാറാ രോഗങ്ങൾ വന്നിട്ടുള്ള മരണമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്താ ഉപയോഗിക്കുക? ഫ്രം ആണോ? ഒരിക്കലല്ല. റീസൺ ഫോർ ഡെത്ത് എന്ന് പറഞ്ഞെങ്കിൽ പോലും ഒരു ക്യാൻസർ, കോവിഡ് അങ്ങനെയുള്ള ഒരു മാറാ രോഗങ്ങൾ, ഡിസീസസ് വന്നിട്ടുള്ള മരണമാണെങ്കിൽ നമ്മൾ എന്തുപയോഗിക്കില്ല? ഫ്രം ഉപയോഗിക്കില്ല. പകരം ഡെഡ് ഓഫ് ആണ് ഉപയോഗിക്കുക. ഡൈഡ് ഓഫ് എന്നാണ് പറയുക. മനസ്സിലായോ? അവിടെ ഓഫ് ആണ് ഉപയോഗിക്കുക. ക്ലിയർ ആയില്ലേ? അതുപോലെ തന്നെ ഒരു ആക്സിഡൻറ്റിലാണ് മരണപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ, ഒരു ആക്സിഡൻ്റൽ ഡെത്ത് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡൈഡ് ഇന്നാണ്. ഏതാണ്? ഇന്നാണ്. നമ്മൾ പറഞ്ഞു രോഗം വന്നിട്ടാണെങ്കിൽ ഡൈഡ് ഓഫ്, അതുപോലെ എന്താണ് ഒരു ആക്സിഡൻ്റൽ ഡെത്ത് ആണെങ്കിൽ ഡൈഡ് ഇൻ. അതുപോലെ തന്നെ ആരുടെയും കയ്യാലാണ് മരിക്കുന്നത്, ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള മരണത്തെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ ഡെഡ് ബൈ, ഡൈഡ് ബൈ എന്നാണ് പറയുക. മനസ്സിലായോ? ഡെഡ് ഓഫ് എപ്പോഴാണ് പറയാം? ഒരു രോഗം വന്നിട്ടുള്ള മരണമാണെങ്കിൽ ഡെഡ് ഓഫ്. ഡെഡ് ഇൻ എപ്പോഴാണ് പറയാം? ഒരു ആക്സിഡൻ്റൽ മരണമാണെങ്കിൽ ഡെഡ് ഇൻ. അതുപോലെ ആരെങ്കിലും കൊന്നതാണെങ്കിൽ എന്താണ്? ഡെഡ് ബൈ. അപ്പോൾ എപ്പോഴാണ് ഈ റീസൺ ഫോർ ഡെത്ത് ഫ്രം യൂസ് ചെയ്യുന്നത്? നമ്മളെപ്പോഴാണ്? പട്ടിണി കിടന്നിക്കാണ്ടൊക്കെ മരിക്കുക. അതായത് എന്താണ് ഒരു ഈ പറഞ്ഞതൊന്നും അല്ലാത്തതായ മരണം, പട്ടിണി കിടന്ന്, അതുപോലെ പെട്ടെന്ന് ഭക്ഷണം ഒരുമിച്ച് വയറ് നിറച്ച് കഴിച്ച് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് വന്ന്, അങ്ങനെ ഒരു എന്താണ് അങ്ങനെയുള്ള റീസൺസ് ഒക്കെ ഉണ്ടാവില്ലേ? ഒരു മെയിൻ റീസൺസ് ഒന്നും ഇല്ലാതെ, അസുഖമല്ല, ആക്സിഡൻസ് അല്ല, അതുപോലെ ആരെങ്കിലും കൊല്ലുക അങ്ങനെയുള്ളതൊന്നുമല്ല, പെട്ടെന്ന് ഒരു തനതായിട്ടുള്ള ഒരു കാരണമില്ലാത്ത മരണങ്ങൾ ഉണ്ടാവില്ലേ? എങ്ങനെ? ഓവറായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുള്ള മരണം, അല്ലെങ്കിൽ വെറുതെ പട്ടിണി കിടന്നിട്ട് വന്ന മരണം, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടുള്ള മരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിലാണ് നമ്മൾ എന്തുപയോഗിക്കുക? റീസൺ ഫോർ ഡെത്ത് ഉപയോഗിക്കുക. മനസ്സിലായോ? എവിടെയാണ് റീസൺ ഫോർ ഡെത്ത് ഉപയോഗിക്കാന്ന്? എക്സാമ്പിൾ നോക്കിയേ, ഹി ഡൈഡ് ഫ്രം ഓവർ ഈറ്റിംഗ്. ഹി ഡൈഡ് ഫ്രം ഓവർ ഈറ്റിംഗ്. എന്താണ്? ഓവർ ഈറ്റിംഗ് കൊണ്ട് മരിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ വരുന്ന മരണത്തെപ്പറ്റി, ഓവർ ഈറ്റിംഗ് കൊണ്ട് മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. അതുപോലെ പട്ടിണി കിടന്നിട്ടൊക്കെ നമ്മൾ മരിക്കുന്നത് ഒരുപാട് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള മരണത്തെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ എന്തുപയോഗിക്കുക? ഫ്രം ഉപയോഗിക്കുക എന്നാണ് പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് നോക്കിയേ, യൂസ്ഡ് വിത്ത് certain verbs. എന്താണ്? യൂസ്ഡ് വിത്ത് certain verbs. ചില വേർബ്സിൻ്റെ കൂടെ എപ്പോഴും എന്താണ് ഉപയോഗിക്കുക? ഫ്രം എന്ന ടേം ഉപയോഗിക്കും. ഏതൊക്കെ വേർബാണെന്ന് നോക്കിയേ. ഫ്രം എന്ന ടേം എപ്പോഴും ചില വേർബ്സിൻ്റെ കൂടെ വരാറുണ്ട്. ആ വാക്കുകളൊന്ന് നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക. കാരണം നമുക്ക് അങ്ങനെ സെൻറ്റൻസുകൾ വന്ന് കഴിയുമ്പോൾ ആ ഒരു വാക്കുകൾ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഏത് പ്രിപ്പോസിഷനാണ് ചേർക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻസ് വരില്ല. അത് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. ദെൻ നോക്കി ഏതൊക്കെയാണ്? മെയ്ഡ് ഫ്രം, മെയ്ഡ് ഫ്രം, ആബ്സെൻറ്റ് ഫ്രം, ഡൈഡ് ഫ്രം, സെപ്പറേറ്റ് ഫ്രം, അബ്സ്ട്രെയിൻ ഫ്രം. മെയ്ഡ് ഫ്രം, അബ്സ്ട്രെയിൻ ഫ്രം, ആബ്സെൻറ്റ് ഫ്രം, ഡൈഡ് ഫ്രം, സെപ്പറേറ്റ് ഫ്രം. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? മെയ്ഡ് ഫ്രം എപ്പോഴാണ് വരിക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. എപ്പോഴാണ്? ഇൻറ്റേർണൽ ചേഞ്ചസ്, ഒരു ബേസിക് ക്യാരക്ടറിൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞാലാണ് മെയ്ഡ് ഫ്രം യൂസ് ചെയ്യുക. ആബ്സ്ട്രെയിനസ് ഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷിക്കുക. ആബ്സെൻറ്റ് ഫ്രം അവധിയാണ്. ഡൈഡ് ഫ്രം നോട്ട് എ ഡിസീസ്. എന്താണ്? ഒരു ഡിസീസ് അല്ലാത്ത മരണങ്ങളെയൊക്കെ, അങ്ങനെയല്ല, ഒരു ഡിസീസ് അല്ലാത്തതും ആക്സിഡൻസ് അല്ലാത്തതും അതുപോലെ തന്നെ എന്താണ് ഒരു കൊലപാതകമല്ലാത്തതും പറയുന്ന, അതല്ലാത്തതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുള്ള ഡെത്ത് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്തുപയോഗിക്കും? ഫ്രം, ഡൈഡ് ഫ്രം എന്നുപയോഗിക്കും. ദെൻ സെപ്പറേറ്റ് ഫ്രം.
ഈ പറയപ്പെട്ട വേർബ്സിൻ്റെയൊക്കെ കൂടെ ഈ കാരണങ്ങളെല്ലാത്തുമ്പോഴൊക്കെ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പ്രിപ്പോസിഷൻ വേർഡായിട്ടുള്ള ഫ്രം എന്ന ടേമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്രം എന്നതിൻ്റെ യൂസിങ്സ് ക്ലിയർ ആയില്ലേ? അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് പ്രിപ്പോസിഷനിലെ ഫ്രം എന്ന ടേമിൻ്റെ യൂസിങ്സും എക്സാമ്പിൾസും ആണ്. ഇനി ഒരു 2-3 പ്രിപ്പോസിഷൻ വേർഡ്സും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യണം. അതും കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യാം. പ്രിപ്പോസിഷൻ വേർഡ്സ് ഇനി 2-3 ഒന്നല്ല ഉള്ളത്. ഒരുപാട് പ്രിപ്പോസിഷൻ വേർഡ്സ് നമ്മൾ ആദ്യം ക്ലാസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഫുള്ളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അതിൽ ഫെമിലിയർ ആയിട്ട് എപ്പോഴും വരാറുള്ളതും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള പ്രിപ്പോസിഷൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ എന്താണ്, ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.